ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ടായിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മളിവിടെ ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ഗ്ലാസ് ബോട്ടിൽസൊക്കെ ഇവിടെ അവൈലബിലിറ്റി കുറവാണ്, അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഞാനൊരു ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഞാനിത് ഫ്ലവർ വേസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഫ്ലവർ വേസോ അല്ലെങ്കിൽ സ്റ്റോറേജ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ പെയിൻറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ കുറച്ച് സ്റ്റിക്കുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ കമ്പുകൾ യൂസ് ചെയ്താലും മതി. എനിക്ക് അങ്ങനത്തെ കമ്പുകളൊന്നും ഇവിടെ അവൈലബിൾ അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ സ്ക്യൂവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ക്യൂവേഴ്സ് ഇങ്ങനെ ഒരേ വലുപ്പത്തിൽ ഒരേ ലെങ്ത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേയധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമ്മുടെ ആ ബോട്ടിലിന് ആവശ്യമായിട്ടുള്ള അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്യൂവേഴ്സ് വേണമെന്നൊന്നുമില്ല, നമ്മുടെ നോർമൽ മരത്തുമ്മലത്തെ കമ്പുകളുണ്ടല്ലോ, വുഡ് പീസസ്, അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിതിപ്പോൾ ഒരു ഇതുമ്മ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 കളർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കോപ്പർ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ പെയിൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ഈ സ്റ്റിക്കുമ്മേ. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിൽ ആ സ്റ്റിക്കുകൾ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഭാഗത്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ മാത്രം പെയിൻറ്റ് ചെയ്താൽ മതിയല്ലോ, അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ സൈഡിലൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ അതുപോലെ താഴെയും മുകളിലും വരുന്ന ആ ഭാഗങ്ങളും ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒട്ടിയ ഭാഗത്തല്ലാതെ ബാക്കി എല്ലാ ഭാഗത്തും ഇതാവണം കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ബാമ്പു സ്റ്റിക്ക് എടുക്കുകയാണ്. സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഗ്ലൂ കൊണ്ടോ അല്ലെങ്കിൽ ഏത് ഗ്ലൂ ആണെങ്കിൽ അത് ഫെവിക്കോൾ ആയാലും മതി, ഒട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു സ്റ്റിക്ക് അടുത്ത സ്റ്റിക്കിനേക്കാളും ഒന്ന് താഴത്തോട്ട് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് ഒട്ടിക്കുന്നത്. അതായത് ഒരു സ്റ്റിക്ക് എടുക്കാം, എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡിൽ ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റിക്ക് ഒന്ന് ഇറക്കി ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പിടിച്ച് ശ്രദ്ധിക്കണം. പെയിൻ്റ് ഉള്ള ഭാഗങ്ങൾ രണ്ടും ഒരേ സൈഡിൽ വരാനും പെയിൻ്റ് ഇല്ലാത്ത അപ്പുറത്തെ സൈഡിൽ വരാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മുടെ ഈ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോന്നാകുമ്പോൾ നമുക്ക് വർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഒരെണ്ണം കയറി നിൽക്കും ഒരു കമ്പ്, ഒരെണ്ണം താഴ്ന്നു നിൽക്കും. അങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരേ ലെവലിലല്ല, കയറി ഇറങ്ങി നിൽക്കുന്ന വിധത്തിലുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു സൈഡിലേ നമ്മൾ പെയിൻ്റ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് തെറ്റിപ്പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ച് ഇങ്ങനെ കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ താഴെ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതാ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നത്. നമ്മൾ 2-3 പാറ്റേണിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് അടുപ്പിച്ച് വേണമെങ്കിലും ഒട്ടിക്കാം, അടുത്ത് വേണമെങ്കിലും ഒട്ടിക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു ഗ്യാപ്പാക്കി ഇട്ടിട്ട് ചെറിയ ഗ്യാപ്പുകൾ ഇട്ടിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെറിയ ഹൈറ്റിൽ നിൽക്കുന്ന സ്റ്റെമ്മിൻ്റെ നെക്സ്റ്റ് വരേണ്ടത് ഹൈറ്റ് കുറഞ്ഞ സ്റ്റെം ആയിരിക്കണം കേട്ടോ. സ്റ്റെം അല്ല, സ്റ്റിക്ക് ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിലത്തെ ആ നൂലൊക്കെ ഒന്ന് ആക്കി കളയാം. നമ്മുടെ ഗ്ലൂ ഗണ്ണല്ലേ യൂസ് ചെയ്ത്, അതുകൊണ്ട് അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പെയിൻറ്റ് ആവാതെ നമ്മുടെ ആ സ്റ്റിക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പതുക്കെ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് സ്ലോലി നമ്മളതങ്ങ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ നൂല് പോലെ ഉണ്ടാവും, അതങ്ങ് പറിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ കാണും. പിന്നെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ മുകളിലോട്ട് കുറച്ച് ഭാഗം നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവിടെയും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫ്ലവർ വേസിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ മതിയെങ്കിൽ അതേ ഹൈറ്റിൽ ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് ഹൈറ്റ് കൂട്ടി വെച്ച് വേണമെങ്കിൽ കൂട്ടി വെച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു സ്പോഞ്ചിൽ കുറച്ച് ആ ബ്രോൺസ് കളർ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ആൻറ്റിക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഫുൾ ബ്ലാക്ക് ആകുമ്പോൾ അത്ര അങ്ങോട്ട് ഒരു ഫിനിഷിംഗ് ഇല്ല. ഇനി അതിന് ശേഷം അതിൻ്റെ ഒരു പ്രൊജക്ഷൻ ഭയങ്കരമായിട്ട് നിൽക്കുന്നത് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡും കൂടെ ഞാനൊന്ന് മെറ്റാലിക് ഗോൾഡും കൂടെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ എവിടെയായിട്ട് ചെയ്യുന്നുള്ളൂ, ഫുള്ളായിട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്.
ഇതാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതൊരു ആൻറ്റിക് ലുക്കും ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഫൈനൽ ലുക്ക് വരുമ്പോൾ. അപ്പോൾ ഇനി നമുക്കൊരു ഡബിൾ സൈഡഡ് ടൈപ്പിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനിതിന് ചെറിയൊരു പീസ് ഓഫ് ഇതാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, വളരെ ചെറുതാണ്. അതിനുശേഷം ഞാനതിന് ബ്രോൺസ് കളറ് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പോഞ്ചിൽ കുറച്ചാക്കിയിട്ട്. അതേപോലെ തന്നെ കുറച്ച് ഗോൾഡ് കളറും കൂടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പോലെ തന്നെയാണ് കേട്ടോ പ്ലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ട് ബ്ലാക്ക് പെയിൻറ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിക്ക് നമ്മൾ എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കിക്കോളൂ. ഇതിനെതാ ഇങ്ങനെ ഒട്ടിച്ചു അടുപ്പിച്ചടുപ്പിച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. മറ്റേത് 2 എണ്ണം വീതം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഈസിയാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡബിൾ സൈഡ്സ് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇത് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ ഇതാ പറഞ്ഞ ചെറുതൊട്ടിച്ച് അതിൻ്റെ അടുത്ത് വലുതായിരിക്കണം, മുകളിലോട്ട് നിൽക്കുന്ന ഭാഗമായിരിക്കണം. എന്നിട്ട് നമ്മൾ ഒരേ ഹൈറ്റിലാണ് ഒട്ടിക്കുന്നത്, അടുത്തടുത്താണ് ഒട്ടിക്കുന്നത്. ഓക്കെ, കണ്ടോ? ഇതുപോലെ അടുത്തടുത്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഗ്ലൂ ഗൺ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഗ്ലൂ ഒരുപാട് ചൂടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചു, ഇതാ കണ്ടോ. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഭാഗം നമ്മൾ ഒട്ടിച്ചു, ഹാഫ് പോർഷനാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഹാഫ് പോർഷൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒരു പീസ് മാത്രം വെച്ചിട്ട് ഇങ്ങനെ പ്ലെയിൻ ആക്കിയിട്ടേക്കാണ്. മൊത്തം പ്ലെയിൻ വേണമെങ്കിൽ ഇടാം, അതല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാലും ഇടാം. അപ്പോൾ 2 സൈഡും ഇതാണ്. ഇനി ഇതിൽ നമുക്ക് ഫ്ലവർ വേസോ അതല്ലെങ്കിൽ ഇങ്ങനത്തെ സിസേഴ്സോ അതുപോലെ സ്റ്റോറേജ് ബോക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരു സൈഡ് മാത്രം വർക്ക് ചെയ്ത് അടുത്ത സൈഡ് വേറെ ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ 2 മെത്തേഡിലും നമുക്ക് ചെയ്യാൻ നേരത്തെ കാണിച്ചതും ഇപ്പോഴത്തെയും ഇതുപോലെ 2ലും ചെയ്തെടുക്കാം. 2ൻ്റെതായ 2 ഡിഫറെൻറ്റ് ലുക്കാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, നമുക്ക് ഇത് വേണമെങ്കിൽ ഫുൾ ബോട്ടിലും ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ സ്റ്റിക്ക് മുകളിൽ വേണോ താഴെ വേണോ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, കളറുകൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓപ്പൺ ആക്കി കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് 2 ബോട്ടിലുകളിലും 2 വെറൈറ്റിയിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൽ എങ്ങനെയാണ് വേണ്ടതെന്നനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്ലവർ വൈസ് ആയിട്ട് വേണോ, ഫുൾ ബോട്ടിലായിട്ട് വേണോ, അതല്ലെങ്കിൽ ഇതിൽ 2ൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണിത്. കാണാനും നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരും വരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.